MDMA-യും ആയുധങ്ങളും കൈവശം വെച്ച കേസിൽ വ്ലോഗർ വിഘ്നേഷ് എന്ന വിക്കി തഗ് കീഴടങ്ങി. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നിന്റെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലേ, ശരിയെന്നെ? പോലീസോ? They're my friends. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്. പ്രമുഖ വ്ളോഗർ വിക്കി തഗ് ഒടുവിൽ പിടിയിലായിരിക്കുകയാണ്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എത്രയായിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. തിരുമേനി മറന്നു. ഞാൻ എന്റെ നാട്ടിലാണ്. ആക്ച്വലി ഞാൻ 10th വരെ പഠിച്ച സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ പോയപ്പോ കുട്ടികൾ നിരന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് കുട്ടികളോടുള്ള ഈ മുന്നറിയിപ്പ് സ്വന്തം കാര്യത്തിൽ വിക്കി മറന്നു. ലഹരിയില്ലാതെ ഒരു ദിവസം പോലും കഴിയാനാകില്ലെന്ന് വിക്കി തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിനും ലഹരിക്കും അടിമകളാണ്. വിക്കി തഗിന് നമുക്കറിയാം ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ് വിക്കി തഗ്. എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലമാണ് നിന്നെ കണ്ടിട്ട്. നേരത്തെ തന്നെ ഇയാൾ ഒരു MDMA കേസിൽ MDMAയും അടക്കം തന്നെ തോക്ക്, കത്തി എന്നിവ കൈവശം വെച്ചതിന് ഇയാളെ പോലീസ് പിടികൂടി. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് വളരെ ഊർജിതമായി നടത്തുകയും ഇയാൾക്ക് അരികിൽ വരെ സംസ്ഥാനം വിട്ട ഈ പ്രതിക്ക് അരികിലേക്ക് അന്വേഷണ സംഘം എത്തിയെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ കോടതിയിൽ പ്രതി ഹാജരാവുകയായിരുന്നു. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. എന്തിന് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. രതീഷ് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഞാൻ പോയി വരട്ടെ മക്കളെ.